Hi, welcome to next lecture of the numerical integration. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രപ്പിസോഡൽ റൂൾ എങ്ങനെയാണ് വന്നത് n equal to 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ട്രപ്പിസോഡൽ റൂൾ ഫോം ചെയ്തതെന്നാണ് ചെയ്തത്. ഈ ക്ലാസ്സിൽ how can we form the Simpsons 1/3 and 3/8 rule by substituting n equal to 2 and 3. Okay, so ഈ ഫോർമുല ഓക്കെ ആണെങ്കിൽ that is h into y naught into y naught n equal to 2 substitute ചെയ്യുക. n equal to 2 substitute ചെയ്ത് കഴിഞ്ഞാൽ the formula is given by integral x naught to x2 y dx equal to എന്ത് വരും? That is h into y naught into 2 plus 2 square by 2 into delta y naught plus del square by del square y naught into n equal to 2 ആണെങ്കിൽ 2 cube by 3 2 cube by 3 minus 2 cube by 3 minus 2 square by 2 വന്നു കഴിഞ്ഞാൽ ഇത്ര വരെ മാത്രമേ വരാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു h into 2h into ഞാൻ 2 ഔട്ട് സൈഡിൽ എടുക്കുവാണ്. 2h into 2h into y naught plus ഇവിടെ 2 ഔട്ട് സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ y naught പ്ലസ് ഇവിടെ ഡെൽ സ്ക്വയർ 2 ക്യൂബ് ബൈ 3 ആണെങ്കിൽ എന്ത് വരും? ഇവിടെ 2 ക്യൂബ് ബൈ 3 ആണെങ്കിൽ 8 by 3 മൈനസ് 2 ഔട്ട് സൈഡിൽ എടുക്കുവാണെങ്കിൽ ഇവിടെ 2 സ്ക്വയർ ബൈ 3 4 by 3 മൈനസ് ഇവിടെ എന്ത് വരും? 2 by 2 1 വരും. അപ്പോൾ 1 by 3 വരും. ഡെൽ സ്ക്വയർ y naught by 1 by 3 അല്ല, ഇവിടെ 1 by 2 ഔട്ട് സൈഡിൽ എടുക്കുവാണെങ്കിൽ 2 by 2 1 വന്നല്ലോ. ഓക്കെ, 2 ക്യൂബ് ബൈ ഇവിടെ ഈ ടേമിൽ 1 by 2 ഇൻറ്റു 8 by 3 മൈനസ് 4 by 2 ആണ്. 8 by 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് 16 മൈനസ് 12 by 6 വരും. ദാറ്റ് ഈസ് 1 by 2 ഇൻറ്റു 4 by 6 4 by 6 വന്നു. അപ്പോൾ അവിടെ 2 by 3 വന്നു. ദാറ്റ് ഈസ് 2 by 6 വന്നു. ആക്ച്വലി 2 ഔട്ട് സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 6 വരും. 2h into y naught plus delta y naught plus del square y naught by 6 വന്നു. x naught to x2 ആണെങ്കിൽ. ഓക്കെ, ഇനി അടുത്തതിൽ ഇവിടെ ചെയ്യാൻ പോവാണ്. അതായത് ഇന്റഗ്രൽ x naught to x2 y dx is equal to 2h into 2h into y naught plus delta y naught plus del square y naught by 6 വന്നു. Okay, so this is equal to h by 3 into h by 3 into എങ്ങനെ വരും? ഇവിടെ y naught plus ഇത് ഡെൽറ്റ y naught എങ്ങനെ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് delta y naught is equal to y1 minus y naught plus 1 by 6 into del square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y2 minus 2y1 plus y naught ആണ്, which implies ഇവിടെ ഡെൽറ്റ y naught സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. h by 3 ആദ്യം ഇല്ല കേട്ടോ, സിംപ്ലിഫൈ ചെയ്തതിന് ശേഷമാണ് അവിടെ വരിക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. y naught പ്ലസ് y1 മൈനസ് y naught, ഇവിടെ y2 മൈനസ് 2y1 പ്ലസ് y naught എടുത്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. y naught പ്ലസ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2h ഇൻറ്റു കൂടി ഉണ്ട് കേട്ടോ അവിടെ. 2h ഇൻറ്റു ആണ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 4 by 6 into y1 plus 1 by 6 into y naught plus 1 by 6 into y2 എല്ലാം ഇൻറ്റു ഒരു 2h കൂടി ഉണ്ട്. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഔട്ട് സൈഡിൽ 1 by 6 ഔട്ട് സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ h by 3 into y naught plus 4y1 plus y2 കിട്ടി. y naught plus 4y1 plus y2 കിട്ടി.
അപ്പം അടുത്തത് എന്തായിരിക്കും? അടുത്തത് അതേപോലെ x2 to x4 y dx എന്തായി മാറും? h/3 into y2 plus 4y3 plus y4. Okay. In total, നമ്മൾക്ക് xn minus 2 to xn y dx എന്ത് വരും? h/3 into y n minus 2 plus 4yn minus 1 plus yn. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇൻ ജനറൽ x0 to xn y dx is equal to h/3 into y0 plus 4 into എന്ത് വരും? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ y1 പ്ലസ് ഇതിൻ്റെ ഇടയിലുള്ളത് y1 പ്ലസ് y3 പ്ലസ് y5 plus etc plus yn minus 1 വരെ 4 വരും. ബാക്കിയുള്ള 2 ടേംസ് ഉണ്ട്. y2 plus y4 plus etc plus yn minus 2. പിന്നെ ലാസ്റ്റ് ടേം yn കൂടി വന്നു കഴിഞ്ഞാൽ this is the formula in order to find out Simpsons 1/3 rule. h/3 into ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. n equal to 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈ ഇന്റർവെൽ n equal to 2 കൊടുക്കുന്നു. എന്നിട്ട് 2 കൊടുത്ത് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ the formula is given by സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഇത് കിട്ടും. x2 to x4 xn minus 2 to xn ഒക്കെ ആഡ് ചെയ്തിടുക. ഇതായിരിക്കും അതിൻ്റെ ഫോർമുല വരിക. ഓക്കെ, ഇനി നമ്മുടെ ഫോർമുലയിൽ എന്തായിരുന്നു? ഇന്റഗ്രൽ x0 to xn y dx is equal to nh into ടെക്സ്റ്റിലുള്ള അതേ ഫോർമുല എഴുതുവാണ്. ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഡെൽറ്റ y0 പ്ലസ് pi naught into n by 2 plus n into 2n minus 3 by 12 into del square y0 plus etc. ഓക്കെ, നേരത്തെ ഇതിൽ എറർ ചെയ്തില്ല. എറർ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അത് ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. എറർ ഈസ് ഗിവൺ ബൈ എറർ ഇൻ Simpsons 1/3 rule is given by minus b minus a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h by 180 into h raised to 4 into y raised to 4 of x bar. ഇതാണ് നമ്മുടെ minus b minus a by 180 into h raised to 4 y raised to 4 of x bar and this is ഇതെന്താണ്? There is a maximum of fourth derivatives. Maximum of fourth derivatives. Okay, ഇതാണ് എറർ. ഇത് വൺ വേർഡിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. പിന്നെ ഇതിൽ നമ്മൾ n equal to 2 സബ്സ്റ്റിറ്റ്യൂട്ട് n equal to 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n equal to 2 is equal to n equal to 1 n equal to 2 n equal to 3 ഇട്ട് കൊടുക്കുക. ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഏത് വരും? വാലുവേഷൻ is equal to integral x0 to x3 y dx is equal to 3h into y0 plus delta y0 into 3 by 2 plus 3 into 6 minus 3 6 minus 3 3 by 12 into 3 by 12 into del square y0 plus etc. Okay, so ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുക. നേരത്തെ അതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക. ടെക്സ്റ്റിലൊന്ന് നോക്കുക. 3h/8 into ഏത് രീതിയിൽ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ പറയാമത് ഏത് രീതിയിലാണ് ചെയ്യാനുള്ളത്. ഓക്കെ, 3h into ഇത് ചെയ്യുന്നത് ഇത് ഡെൽ ക്യൂബും കൂടി ഉണ്ട്. 3/4 3h into y0 plus 3/2 into del 3 അവിടെ ഔട്ട് സൈഡിൽ എടുത്തു. 3/2 ഇനി 3 into എന്ത് വരും? 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
del square y naught ലാണെങ്കിൽ actually that is 3 by 3 by 2, that is 6 by 12. ഇതും വരില്ല, 6 by 12 അല്ല, 2 into 3, 6 minus 3, 3 by 12, 3 by 12 ഇത് 3h into ഇവിടെ y naught തന്നെ, y naught plus delta y naught 3 by 2 into delta y naught ആണ്, y1 minus y naught into 3 by 2 വന്നു, plus ഇവിടെ 9 by 12, that is 3 by 4 into ഇവിടെ ചെയ്തത് y2 minus 2y1, y2 minus 2y1 plus y naught plus അടുത്തത് 1 by 8 into y3 minus 3y2 plus 3y1 minus y naught. Okay, ഇതാണ് അതിന്റെ ഫോർമുല. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ we will get the formula is equal to 3h by 8, അതാണ് 3 by 8 into y naught plus 3y1 plus 3y2 plus y3 കിട്ടി. ഓക്കെ, ഇനി അടുത്തത് അതേപോലെ തന്നെ x3 to x6 എടുക്കുക, എന്നിട്ട് എല്ലാം കൂടി ടോട്ടൽ ചെയ്യുകയാണെങ്കിൽ x0 to xn y dx is equal to 3h by 8 into y0 plus yn വന്നു. ഓക്കെ, plus 3 into y1 plus y2 plus y4 plus y5 plus etc plus yn minus 1, 3ന്റെ മൾട്ടിപ്പിൾ അല്ലാത്തതെല്ലാം ഇവിടെ വന്നു, plus 2 into y3 plus y6 plus etc plus yn minus 3. Okay, so this is a formula in order to find out Simpson's 3/8 rule. Right, ഇനി ഇത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്, അത് അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലംസ് ഡീൽ ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സിംപ്സൺ 3/8 റൂള്, പിന്നെ സിംപ്സൺസ് 1/3 റൂള്, ഇതിൽ ഇത് മാത്രമാണ് ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്യാത്തത്, അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഡെറിവേഷൻ. ആദ്യത്തേല് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റത്തെ ഡെറിവേഷനിൽ സെറ്റ് ഓഫ് വാല്യൂസ് എടുത്തു, y dx എടുത്തു, y0 plus p into ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല ചൂസ് ചെയ്തു, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് x equal to x0 plus ph കൊടുത്ത് അതിനെ ജസ്റ്റ് ഒന്ന് ഇന്റഗ്രേഷൻ ചേഞ്ച് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർ. ഇതിൽ n=1 കൊടുത്ത ട്രപസോയ്ഡൽ റൂള്, n=2 കൊടുത്തിട്ട് സോൾവ് ചെയ്ത് സിംപ്സൺസ് 1/3 3/8 റൂള് കിട്ടാൻ വേണ്ടിയിട്ട് n=3 കൊടുത്തു. ഓക്കെ, അപ്പോൾ 3 ഫോർമുലാസും ഇവാലുവേറ്റ് ചെയ്തു. ഇനി അതിൻ്റെ പ്രോബ്ലംസ് ആണ്. ഓക്കെ, താങ്ക് യു.